ഹായ് സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ സുഹൃത്ത് ഷമീറിൻ്റെ വാഴക്കൃഷിത്തോട്ടത്തിലാണ്. കുറച്ച് നാൾ മുമ്പ് നമ്മൾ അവൻ്റെ മറ്റ് കൃഷികളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ കൃഷിത്തോട്ടത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമുക്ക് കേരളത്തിൽ കൂടുതലും കണ്ടുവരുന്നത് ഏത്ത വാഴ കൃഷിയാണ്. എന്നാൽ ഷമീർ ഇത്തവണ ഒരു ചലഞ്ചായിട്ട് എടുത്തിരിക്കുകയാണ്. റോബസ്റ്റ് വാഴയും ഞാലിപ്പൂവനാണ് ഷമീർ കൃഷി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് കൊലകളെല്ലാം പാകമായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഷമീറിൻ്റെ വാഴത്തോപ്പൊന്ന് കാണാം. ഷമീറേ, പഞ്ചായത്തിൻ്റെ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഉള്ളതാണോ? അൽഹംദുലില്ലാ, ശരിയാണ്. ഈ വർഷത്തെ കോട്ടുള്ളി പഞ്ചായത്തിലെ യുവകർഷകനുള്ള അവാർഡ് എനിക്കാണ് കിട്ടിയിരിക്കുന്നത്. എന്നെ ഈ അവാർഡിന് പരിഗണിച്ച കോട്ടുള്ളി പഞ്ചായത്ത് കൃഷി ഓഫീസർ ബേസിൽ ചക്കോ സാറിനും കമ്മിറ്റി മെമ്പറിനും എനിക്ക് ഈ സ്ഥലം കൃഷി ചെയ്യാൻ വിട്ടുതന്ന കൈതാരം മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ ചലഞ്ചിന് പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് പറയുമോ? നിനക്കറിയാലോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഏത്തവാഴ കൃഷിയാണ്. അപ്പം ഞാൻ നമ്മുടെ മണ്ണിൽ റോബസ്റ്റും ഞാലിപ്പൂവനും വെച്ചൊന്ന് പരീക്ഷണം നടത്തി നോക്കിയതാണ്. അൽഹംദുലില്ലാ, മാന്യമായ വിളവ് കിട്ടി. നമ്മുടെ മണ്ണിലും റോബസ്റ്റും ഞാലിപ്പൂവനും കൃഷി ചെയ്യാൻ പറ്റുമെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഏറെ സന്തോഷം ഉണ്ടാക്കിയ വേറൊരു കാര്യമെന്ന് വെച്ചാൽ, ഞാൻ കൃഷി തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തന്നെ എന്നെ കോട്ടുള്ളി പഞ്ചായത്തിലെ യുവകർഷകനായി തിരഞ്ഞെടുത്തത് എനിക്ക് ഇരട്ടി മധുരം നൽകുകയാണ്. അതെനിക്ക് ഇനിയും കൂടുതൽ കൃഷി ചെയ്യാനുള്ള പ്രചോദനമാണ്. മെച്ചപ്പെട്ട രീതിയിൽ കൃഷി തുടരാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ റോബസ്റ്റ് വാഴക്കൃഷി നമുക്കൊന്ന് കാണാം. ഇതെങ്ങനെയുണ്ട് റോബസ്റ്റ്? ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇതാണ് എൻ്റെ ഞാലിപ്പൂവിൻ്റെ കൃഷി. രണ്ടാം ഘട്ടം ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഈ വെച്ചിരിക്കുന്നത്. റോബസ്റ്റും ഏത്തയും വെച്ചിട്ടുണ്ട്. എൻ്റെ വാഴക്കൃഷിയും കൃഷിത്തോട്ടവും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കൃഷി വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം.